ഈ ഒരു അവസരത്തിൽ അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഹാപ്പി. അച്ഛൻ ഹാപ്പി, അമ്മയും ഹാപ്പി. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഡേ 2 വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന്. അപ്പൊ സമയം കളയാണ്ട് നമുക്ക് ഡേ 2 വീഡിയോ കാണാം. ആരും ഫുഡ് എടുക്കുന്ന ബിസിയില്ല. ഞാനാണെങ്കിൽ വ്ളോഗ് ചെയ്തിട്ട് എനിക്ക് ഫുഡ് കിട്ടുമോ എന്നുള്ള ദൈവത്തിന് അറിയാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കോംപ്ലിമെന്ററി ഫുഡ് ഉണ്ട് നമുക്ക്. ബ്രെഡ്, ജാം, ബട്ടർ, ദോശ, എന്താ പൂരി, എന്തോ കറി, ബാജിക്കറി, പിന്നെ എഗ് ഉണ്ട്, ഓംലെറ്റ് ഉണ്ട്, എന്തോ വേറെന്തോ ഒരു സാധനം ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ കഴിക്കാൻ പോവാണ്. ഞങ്ങള് ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുക. അപ്പം ചെറിയ ചെറിയ സ്റ്റോപ്പ് എവിടെയെങ്കിലൊക്കെ നിർത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇപ്പോൾ പാക്കിങ്ങിലാണ്. എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. നല്ല സെറ്റ് വ്യൂ ആയിരുന്നു. രാവിലെ നല്ല കോടയൊക്കെ ആയിട്ട് ആയിരുന്നു. അതിന് രാവിലെ ഞങ്ങൾ നീറ്റ് സ്വിമ്മിംഗ് പൂളിലൊന്ന് ഇറങ്ങി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇന്നലെ ഞങ്ങൾ പൂളിൽ ഇറങ്ങുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ പൂളിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പോവാൻ നേരത്തെ ഏട്ടനി ചേച്ചിനി തപ്പി നടന്നതാണ് ഞാൻ. നോക്കുമ്പോൾ അവരവിടെ ഫോട്ടോ സെഷനിലായിരുന്നു. അങ്ങനെ എന്നെ കൂട്ടാണ്ട് ഫോട്ടോ എടുക്കാൻ ഞാൻ വിടില്ലല്ലോ. അപ്പോൾ ഞാനും ജോയിൻ ചെയ്തു. നമ്മളിപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റിട്ടേൺ പോവാം. പോകുന്ന വഴിക്ക് ചിലപ്പോൾ നമ്മൾ തൊള്ളായിരങ്കണ്ടിയിൽ നിർത്തും. ചിലപ്പോൾ നമ്മളിപ്പോൾ ഇൻഡോർ ഗെയിംസിൽ വന്നതാണ്. ഏട്ടൻ ചേച്ചി ഇവിടെ ഫൂട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാശിയേറിയ മത്സരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കും? ചേച്ചി ജയിച്ചിരിക്കുന്നു ഗൈസ്. വാശിയേറിയ മത്സരത്തിലാണ് അച്ഛൻ. അവിടെയാണ് അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അമ്മയും കയറി നിൽക്കുന്നുണ്ട് കളിക്കാൻ. മക്കളെ കൂടി ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് സന്തോഷത്തോടു കൂടിയിട്ട്. ഈ ഒരു അവസരത്തിൽ അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഹാപ്പി. അച്ഛൻ ഹാപ്പി, അമ്മയും ഹാപ്പി. നിങ്ങൾ ആരെങ്കിലും വീഡിയോയിൽ നോട്ടീസ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇട്ടിരുന്ന കമ്മൽ അവിടുന്ന് ലോസ്റ്റ് ആയി പോയി ഗൈസ്. ഞാനത് തെരഞ്ഞൊരു ഭാഗത്തായി. പിന്നെ ഞാൻ വീഡിയോ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് അവിടുന്നേ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമ്മൽ പോയ വിഷമത്തിൽ ഞാൻ മറ്റേ കമ്മൽ ഊരി വെച്ചിട്ട് അമ്മേനെ വിറപ്പിക്കാൻ തുടങ്ങി. രാവിലെ നല്ല ഓണായിരുന്നു ഞാൻ. തൊള്ളായിരങ്കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിന്റെ ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ജീപ്പിൽ പോയേ പറ്റൂ. അവിടെ ഓഫ് റോഡാണ് ഫുള്ള്. സോ ഞങ്ങൾ ജീപ്പിൽ കയറി. ഞങ്ങൾ 5 പേരും പിന്നെ നമ്മുടെ കൂടെ ഒരു കപ്പിളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഓഫ് റോഡ് യാത്ര തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയൊന്നും ഇതുവരെ ഓഫ് റോഡ് പോയിട്ടില്ല. അപ്പം അവർക്ക് ഇത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. പാവം നല്ലോണം അമ്മയൊക്കെ പേടിച്ച് അരണ്ടിട്ടുണ്ട്. അച്ഛൻ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. അമ്മ നല്ലോണം പേടിച്ച് ഫുൾ ടൈം കരയുമായിരുന്നു. അമ്മ മാത്രമല്ല, സത്യം പറഞ്ഞാൽ ഞാനും നല്ലോണം പേടിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെയായിരുന്നു അത് പോകുന്നത്. നമ്മൾ വിചാരിക്കും ജീപ്പ് മറഞ്ഞു പോകുന്നു. അത്രയും ഭയങ്കരമായിട്ടുള്ള വഴികളായിരുന്നു അത്. പറയാനുള്ളത് അങ്ങനെ ഒരു നീണ്ട ഓഫ് റോഡ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി. ജീവനോടെ എത്തി. ഭയങ്കര ഒരു ഓഫ് റോഡിന് ശേഷം ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നിങ്ങളുടെ വ്ളോഗ് പേടിച്ച് വിളിക്കാത്ത ദൈവങ്ങളില്ല. തീരെ ധൈര്യമില്ലാത്തൊരു വ്ളോഗറെ. നമുക്കിങ്ങനെ പോയൊന്നും ശീലമില്ലല്ലോ.
അങ്ങോട്ടേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ കുറേ കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് വന്നു. ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഈസി ആയ ഗെയിം പോലെ തോന്നി, പക്ഷെ കളിക്കാൻ കയറിയപ്പോഴാണ് മനസ്സിലായത് ഇത് നമുക്ക് പറ്റുന്ന പണിയല്ലെന്ന്. അവസാനം കുറെ കഷ്ടപ്പെട്ടു അപ്പുറത്തെത്താൻ. ഞാനും ചേച്ചിയും കയറുന്ന കണ്ടിട്ട് ഏട്ടനും അച്ഛനും കയറണം തോന്നി. അങ്ങനെ അവരും കയറി. അങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അച്ഛനത് നടക്കില്ല എന്ന് തോന്നി. അച്ഛനത് ക്വിറ്റ് ചെയ്ത് പോകുന്നു. അവിടുത്തെ അധ്യായം കഴിഞ്ഞ് ഇനിയിപ്പം ഇവിടെയാണ് പെനാൽറ്റി ഷൂട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയാണ് ഫസ്റ്റ്. ഓക്കെ ഓക്കെ, അത് വേറെ എവിടെയോ പോയി. നീ ചേച്ചി എടുത്തോ എടുത്തോ അടിയച്ചാ. പിന്നെ നമ്മൾ നേരെ അമ്പെറിയാൻ വേണ്ടി വന്നു. ഇതെനിക്ക് ഒട്ടും അറിയാത്ത സംഭവമാണ്. ഞാൻ കുറെ കഷ്ടപ്പെട്ടു. ആദ്യം തന്നെ നല്ല അട്ടർ ഫെയിലായിരുന്നു. അങ്ങനെ അമ്പെറിയൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗൺ ഷൂട്ടിന് വന്നു. ഞങ്ങളിപ്പോ ഉള്ളത് 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിലാണ്. അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണാം. ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ആടുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യുന്നല്ല, ശരിക്കും ചെറുതായിട്ടൊരു ആട്ടം ഉണ്ട് അതിന്. ഞാൻ ആദ്യം അമ്മ പറഞ്ഞപ്പോൾ വിചാരിച്ച അമ്മ ചുമ്മാ തമാശയ്ക്ക് പറയാന്ന്, പക്ഷെ ചെറിയൊരു ആട്ടം, ഒരു വൈബ്രേഷൻ പോലെ നമുക്ക് തോന്നും. പിന്നെ നമ്മൾ നേരെ ട്രീ ഹട്ടിലേക്കാണ് വന്നത്. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫോണിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം കാണിച്ചു തന്നാലും റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. നമ്മൾ മുകളിൽ പോയി ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു അടിപൊളി കപ്പിളിനെ കണ്ടുട്ടോ അവിടെ. ആ കപ്പിളാണ് ഇത്. എന്താ കോലോ. അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ വിശന്ന് അലഞ്ഞായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത് കണ്ട ഒരു ചെറിയ കടയിൽ കയറി ഫുഡ് കഴിച്ചു ഇറങ്ങി. അങ്ങനെ നമ്മൾ വയനാട് ചുരം ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വയനാട് ട്രിപ്പിൻ്റെ വ്ളോഗ് ഇവിടത്തോടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.